ഭക്തിനിർഭരമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് 5:15-നാണ്. ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങ് നടന്നത്. ആചാരപ്രകാരം നഗരസഭാ ഭരണസമിതി നൽകിയ കതിർക്കറ്റകൾ കൊണ്ട് ഒരുക്കി നിറപുത്തരി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച് ഒട്ടനവധി ഭക്തർ. MS വീണയുണ്ട് വിവരങ്ങളുമായി. വീണ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നമ്മൾ സന്നിധാനത്ത് നിന്ന് വരികയാണ്. എന്താണ് തലസ്ഥാനത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ മുന്നിൽ ഈ കതിർക്കറ്റകൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഭക്തരുടെ ആ ഒരു പ്രതികരണം, അവരുടെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാം. നമസ്തേ അശ്വതി, രാഖി. ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് തലസ്ഥാനത്തിൻ്റെ ഹൃദയമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ നിറപുത്തരി ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ രാവിലെ തന്നെ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ്. രാവിലെ 5:15-നാണ് ചടങ്ങ് നടന്നത്. ആ ചടങ്ങിന് ശേഷം ഇപ്പോൾ ആ പൂജിച്ച് ലഭിച്ച, അതായത് നിറപുത്തരി ചടങ്ങ് കഴിഞ്ഞ കതിർക്കറ്റകളുമായി മടങ്ങുന്ന ഒട്ടനവധി ഭക്തരെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ദർശന സമയമല്ല, ഇനി 8:30 മുതലാണ് ദർശനം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിനായി കാത്തു നിൽക്കുന്ന ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന ഭക്തരുമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ചടങ്ങ് വീക്ഷിക്കുവാൻ നിരവധി ഭക്തരും രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ നെൽക്കറ്റകളുമായി അകത്തേക്ക് പോകുന്ന ഭക്തരെയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു നേരത്തെ. ഇത്തവണത്തെ ഈ ഒരു നിറപുത്തരി ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്തവണ BJP ഭരണസമിതി അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഭഗവാന് നിറപുത്തരിക്കുള്ള നെൽക്കറ്റകൾ സമർപ്പിക്കാമെന്നുള്ളൊരു നേർച്ച BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആ ഒരു നേർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടം മൈതാനത്ത് കൃഷി ചെയ്ത നെൽക്കതിരുകൾ അത് ശിരസിലേറ്റിക്കൊണ്ടാണ് മേയർ വി വി രാജേഷും ഭരണസമിതി അംഗങ്ങളും ക്ഷേത്രത്തിലെത്തിച്ച് ഇവിടെ പത്മതീർത്ഥക്കരയിൽ സമർപ്പിച്ചതെന്നുള്ളതാണ്. ആ നെൽക്കറ്റകൾ കൂടി ഈ ഒരു നിറപുത്തരി ചടങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിവേദ്യത്തിന് ശേഷം പ്രസാദമായി കിട്ടുന്ന നെൽക്കതിരുകളുമായി മടങ്ങിപ്പോകുന്ന ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വിശേഷാൽ ചടങ്ങ് വീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ്, അന്യനാട്ടിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് ഈ ഒരു ദിവസം എത്തുന്നത്. സ്വാഭാവികമായും സാധാരണ ദിവസങ്ങളിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം തേടി നിരവധി പേർ എത്തുന്നുമുണ്ട്. പക്ഷേ ഇന്ന് പത്മനാഭന്റെ മണ്ണിൽ നിരവധി പേരും ഈ ഒരു ചടങ്ങിന് വീക്ഷിക്കുവാനും ഒപ്പം തന്നെ ഈ നെൽക്കറ്റകളുമായി എത്തുന്ന അന്യനാട്ടിൽ നിന്നുള്ള ഭക്തരെയും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ മറ്റു ക്ഷേത്രങ്ങളിലും, അതായത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലും നിറപുത്തരി ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലും ക്ഷേത്രത്തിൽ ദർശന തിരക്ക് കൂടുതലായിരിക്കും. ഇനിയും നിരവധി ഭക്തർ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, അശ്വതി.